വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള കവിതയുടെ നോട്ട് ഓഫ് അപ്രിസിയേഷൻ, അതായത് ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്രിസിയേഷൻ ഓഫ് ദ പോയം ഹെഡിങ് വേണമല്ലോ. ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൻ ബൈ വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ വില്യം വേർഡ്സ്വർത്ത് എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ്. ബ്യൂട്ടിഫുൾ പോയം എന്ന് പറഞ്ഞാൽ മനോഹരമായ കവിത അല്ലേ. അപ്പോൾ എപ്പോഴും എഴുതുമ്പോൾ കവിതയുടെ പേര് എഴുതണം, കവിയുടെ പേരും മെൻഷൻ ചെയ്യണം. ദ പോയറ്റ് ഫീൽസ് പ്ലഷർ എവ്രിവെയർ ഇൻ നേച്ചർ. അപ്പോൾ കവിക്ക് പ്രകൃതിയിലെ സന്തോഷം, പ്ലഷർ എന്ന് പറഞ്ഞാൽ സന്തോഷം, ആസ്വദിക്കാൻ കഴിയുന്നു. അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ ഹി ഫീൽസ് സാഡ് അബൌട്ട്, അദ്ദേഹത്തിന് സങ്കടമാവുന്ന കാര്യമുണ്ട്. എന്താണത്? ദ ക്രൂവൽറ്റീസ് ഓഫ് മാൻ ടുവേർഡ്സ് നേച്ചർ. പ്രകൃതിയോട് മനുഷ്യർ ചെയ്യുന്ന ക്രൂരത, അതാണ് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. ആൻഡ് ഹിസ് ഫെല്ലോ ബീയിങ്സ്, അതുപോലെ തന്നെ മറ്റ് മനുഷ്യരുടെ മറ്റുള്ള മനുഷ്യരോടും ചെയ്യുന്ന പ്രവൃത്തികൾ, പ്രകൃതിയോടും അതുപോലെ തന്നെ സഹജീവികളോടും ചെയ്യുന്ന ക്രൂരമായ പ്രവൃത്തികൾ ഓർക്കുമ്പോൾ കവിക്ക് ദുഃഖം തോന്നുന്നു. The poet thinks that the nature's holy plan is to provide pleasure to all the living things. അപ്പോൾ പോയറ്റ് ചിന്തിക്കുന്നത് എന്താണ്? പ്രകൃതിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇതാകാമെന്ന്. എന്തായിരിക്കാമെന്ന്? പ്രൊവൈഡ് പ്ലഷർ ടു എന്ന് പറഞ്ഞാൽ സന്തോഷം അനുവദിക്കുക, ടു ഓൾ ദ ലിവിങ് തിങ്സ്, എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കൊടുക്കുക എന്നതായിരിക്കാം പ്രകൃതിയുടെ പ്ലാൻ. ബട്ട് മാൻ ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പക്ഷേ മനുഷ്യർക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ദ ടോൺ ഓഫ് ദ പോയം ഈസ് മെലങ്കോളിക്. ടോൺ, ഈ പോയത്തിൻ്റെ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഡ്നെസ് ആണ്, സങ്കടമാണ്. മെലങ്കോളിക് എന്ന് പറഞ്ഞാൽ സാഡ്നെസ്. ദ പോയം ഈസ് റിട്ടൺ ഇൻ സിമ്പിൾ ലാംഗ്വേജ്. വളരെ ലളിതമായ ഭാഷയിലാണ് കവി ഈ പോയം എഴുതിയിരിക്കുന്നത്. സിമ്പിൾ ലാംഗ്വേജ് ആണ്. പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം ആർ. ഈ പോയത്തിൽ ചില പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹിൽസ് ആർ ലാഫിങ് എന്ന് പറയും, അതായത് കുന്നുകൾ ചിരിക്കുന്നു. ഫ്ലവേഴ്സ് ആർ ഡാൻസിങ്. നമുക്കറിയാം കുന്നുകൾ ശരിക്കും ചിരിക്കില്ല, അതുപോലെ തന്നെ പൂക്കൾ ഡാൻസ് ചെയ്യില്ല, മനുഷ്യർ നൃത്തം ചെയ്യുന്ന പോലെ നൃത്തം ചെയ്യില്ല എന്നറിയാം. പക്ഷേ എന്താണ്? മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളുമായിട്ട് പ്രകൃതിയെ താരതമ്യം ചെയ്യുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ കവിതയിൽ വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്hes. എല്ലാ പൂക്കളും അവരുടെ ജീവശ്വാസം ആസ്വദിക്കുന്നു. അവ ശ്വസിക്കുന്ന ശ്വാസം എന്ന് പറഞ്ഞാൽ ജീവശ്വാസം ആസ്വദിക്കുന്നു അല്ലേ. അപ്പം അത് മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് താരതമ്യം ചെയ്യണം. നേച്ചേഴ്സ് ഹോളി പ്ലാൻ. പ്രകൃതിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ട് അല്ലേ. പ്രകൃതിയുടെ പ്ലാൻ ചെയ്യുന്നത് ആരാ? മനുഷ്യരാണ് പ്ലാൻ ചെയ്യാറ് അല്ലേ. അപ്പോൾ അതൊക്കെ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയായിട്ടുള്ള താരതമ്യമാണ് അല്ലേ. അപ്പോൾ അതാണ് പേഴ്സോണിഫിക്കേഷൻ. പിന്നെ വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷ്വൽ മീഡിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കാണാൻ പറ്റുന്നത് അല്ലേ. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. അതായത് നമുക്ക് സാങ്കല്പികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ, കാണാൻ കഴിയുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാ? ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. എൻ്റെ ചുറ്റുമുള്ള പക്ഷികൾ ചാടി ചാടി കളിക്കുന്നു അല്ലേ. ഇവിടെ എൻ്റെ എന്ന് പറയുന്നത് ആരാ? കവിയുടെ ചുറ്റും പക്ഷികൾ ചാടി ചാടി കളിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. ഓഡിറ്ററി ഇമേജ്. ഇപ്പം കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ അതായത് നമ്മുടെ ഇമാജിനേഷനിൽ സങ്കല്പത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം ഏതാ? ഐ ഹേർഡ് 1000 ബ്ലണ്ടഡ് നോട്ട്സ്. 1000 ശബ്ദശകലങ്ങളുടെ സംയോജനം ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ടല്ലോ കവിതയിൽ. അത് ഓഡിയോ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കേൾക്കാൻ കഴിയുന്നത് ആയിട്ട് ബന്ധപ്പെട്ടതാണത്. ഇനി ടാക്ടൈൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ടച്ചുമായി ബന്ധപ്പെട്ടതാണ്, തൊടുക, സമ്പർക്കം. എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്hes. എല്ലാ പൂക്കളും അവർ ശ്വസിക്കുന്ന വായു ആസ്വദിക്കുന്നു.
എന്ന് പറഞ്ഞാൽ വായുവുമായിട്ട് സമ്പർക്കം വരുന്നുണ്ട് അല്ലേ? ഫ്ലവേഴ്സിന് വായുവിനെ തൊടുന്നുണ്ട്. അപ്പോൾ ടച്ചുമായി ബന്ധപ്പെട്ടാണ് ടാക്ടൈൽ ഇമേജ്. അലിട്രേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം കവിതയിൽ ഒരു വരിയിൽ തന്നെ ഒരേ സൗണ്ട് വരുന്നതോ അല്ലെങ്കിൽ ഒരേ ഫസ്റ്റ് ലെറ്ററുകൾ ആവർത്തിക്കുന്നതോ ആയിട്ടുള്ള വാക്കുകളുണ്ടാവും. അതായത് ഇപ്പോൾ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാനിൽ എം ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ? എമ്മുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ഒരേ ശബ്ദം അല്ലെങ്കിൽ ഒരേ ലെറ്ററുകൾ ഒരു വരിയിൽ തന്നെ ആവർത്തിച്ച് വരും. അതിനാണ് അലിട്രേഷൻ എന്ന് പറയുക. ഒരു വരിയിൽ തന്നെ ആവർത്തിച്ച് വരും അത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വരി നോക്കിയാൽ ദെയർ തോട്ട്സ് ഐ കനോട്ട് മെഷറിൽ ടീം ആവർത്തിച്ച് വരുന്നുണ്ട്. ഒരു വരിയിൽ തന്നെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഒരു സെയിം ലെറ്റർ ടീം ആവർത്തിച്ച് വരുന്നു. ദ നല്ല സൗണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇനി റൈം സ്കീം എന്ന് പറയുന്നത് എന്താണ്? എ ബി ആണെന്ന് പറയുന്നത്. എന്താണ് റൈം സ്കീം എന്ന് നോക്കാം. ഐ ഹേർഡ് 1000 ബ്ലണ്ടഡ് നോട്ട്സ്. റൈംസ് എന്താണെന്ന് അറിയാലോ? നോട്ട്സും തോട്ട്സും ഒരേ സൗണ്ടാണ് വരുന്നത് അല്ലേ? അതുപോലെ തന്നെ റിക്ലൈൻഡ് മൈൻഡ് ആയിട്ട് സെയിം സൗണ്ടാണ് അല്ലേ? അപ്പോൾ നോട്ട്സും തോട്ട്സും ഒരേ മോഡലാണ്, റിക്ലൈൻഡ് മൈൻഡും വേറെ മോഡലാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട്സും തോട്ട്സും സെയിം മോഡൽ റൈം ആയതുകൊണ്ട് നോട്ട്സ് റൈംസ് വിത്ത് തോട്ട്സ് അല്ലേ? അപ്പോൾ ഇതിനൊരു ലെറ്റർ കൊടുക്കാം പേരായിട്ട്. എ എന്ന് കൊടുത്തു. ഒരേ മോഡൽ റൈമിന് എ എന്ന് കൊടുത്തു. ഇനി റിക്ലൈൻഡ് മൈൻഡും വേറെ തരം മോഡൽ അല്ലേ? അപ്പോൾ അതിന് ബി എന്ന് കൊടുത്തു. മനസ്സിലായോ? ബി എന്ന് കൊടുത്തു. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ റൈമുകൾ വന്നിരിക്കുന്ന മോഡൽ? ഇപ്പോൾ ഓരോ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എ ബി എന്നല്ല വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ റൈമുകൾ കിടക്കുന്ന മോഡൽ എ ബി എന്നാണ് കിടക്കുന്നത്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് റൈം സ്കീം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം ഹെഡിങ് കൊടുക്കണം, കവിയുടെ പേര് പറയണം, കവിതയുടെ പേര് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ കവിതയുടെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് കവിതയിൽ ഉണ്ടായിരിക്കുന്നത്, ആ തീം ഓഫ് ദ പോയം പറയണം. അതുപോലെ തന്നെ ടോൺ ഓഫ് ദ പോയം, ഹാപ്പിനെസ് ആണോ സാഡ്നെസ് ആണോ, അതുപോലെ തന്നെ പോയത്തിൻ്റെ ലാംഗ്വേജ്. ഇത് കൂടാതെ വേറെ കുറേയൊക്കെ പറയണം. എന്നാലും ഇത്രയെങ്കിലും നമ്മൾ എഴുതണം, കുറഞ്ഞത് ഇത്രയെങ്കിലും എഴുതണം. വേറെയും കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് നിങ്ങൾ വിക്ടേഴ്സ് ടിവിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ? പക്ഷെ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലാതെ തന്നെ കുറേ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ മാക്സിമം അത്യാവശ്യമുള്ളത് മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. പോയറ്റിക് ഡിവൈസസ്, പിന്നെ പോയറ്റിക് ഡിവൈസസ് അല്ലെ, പേഴ്സോണിഫിക്കേഷൻ, വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ്, അലിട്രേഷൻ, റൈം സ്കീം. ഒരുപാടൊന്നും തന്നിട്ടില്ല, കുറച്ചല്ലേ ഉള്ളൂ, ഈസിയാണ് പഠിക്കാൻ. ഓക്കെ.